Good morning. Okay, Manjusha. Okay, Priya, Maria, Shamsrina. Okay. Okay, Rishma. Renu, Alina, Saubhagya. Okay. Okay, Vinaka. Good morning. Okay, please see. Suma, Varna, Manjit. Okay. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്ക്രീനെ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ആകും കേട്ടോ. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഷെയർ ആവേ. ഓക്കെ നിമിഷ. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ. ടെക്സ്റ്റിൽ നോക്കുക, കുറച്ചു നേരം കഴിയുമ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. എന്തോ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം കേട്ടോ. നിങ്ങൾ തൽക്കാലം ടെക്സ്റ്റിലൊന്ന് നോക്കുക കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേ നമുക്കൊന്ന് നോക്കണം. ഇവിടെ എന്തോ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്. തുടങ്ങല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ക്ലിനിക്കൽ ഡാറ്റകളായിരുന്നു കേട്ടോ. ക്ലിനിക്കൽ ഡാറ്റയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെയാണ് കേട്ടോ. ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താണെങ്കിലും. കൺസൾട്ടേഷൻ റിപ്പോർട്ട്, മെഡിക്കൽ റെക്കോർഡിലെ ക്ലിനിക്കൽ ഡാറ്റ പേജ് നമ്പർ ഒന്ന് പറയൂ. ഓക്കെ, 51 ആണ് കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് നോക്കണേ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അനസ്തേഷ്യ റിപ്പോർട്ടാണ് കേട്ടോ. അനസ്തേഷ്യ റിപ്പോർട്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. അനസ്തേഷ്യ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടായിരിക്കും അല്ലെ, അനസ്തേഷ്യ റിപ്പോർട്ട്. നമ്മൾ സാധാരണ എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? സർജറിക്ക് മുൻപായിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്കതൊന്ന് വായിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, the amount of concentration of anesthesia given, time given and effect. കേട്ടോ, അതായത് നമ്മൾ ഓപ്പറേഷന് മുമ്പായിട്ടാണ് നമ്മൾ എന്ത് അനസ്തേഷ്യ മെഡിക്കേഷൻ ആണ് കൊടുക്കുന്നത്, ഏത് അനസ്തേഷ്യ മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ അല്ലെ, എത്ര എമൗണ്ടില് എത്ര കോൺസെൻട്രേഷനിലാണ് നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്, ടൈം ഗിവൺ ഏത് സമയത്താണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്, ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് എത്ര നേരത്തേക്കാണ് അതിന്റെ ആ ഒരു എന്താ പറയുക ഇഫക്റ്റ് നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. എല്ലാ ആളുകൾക്കും ഒരേ കോൺസെൻട്രേഷൻ ഒരേ എമൗണ്ടിലല്ല അനസ്തേഷ്യ കൊടുക്കുക അല്ലെ. അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ അനസ്തേഷ്യയുടെ എമൗണ്ട് നിശ്ചയിക്കുന്നത്, എത്ര എമൗണ്ടിന് മെഡിസിൻ കൊടുക്കണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഓപ്പറേഷന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന അനസ്തേഷ്യ മെഡിസിൻ ഏതാണ്, എത്ര എമൗണ്ടിലാണ്, എത്ര കോൺസെൻട്രേഷനിലാണ് അനസ്തേഷ്യ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഏത് സമയത്താണ് അത് കൊടുക്കുന്നത്, എത്ര നേരത്തേക്കാണ് അതിന്റെ ഒരു ഇഫക്റ്റ് നിലനിൽക്കുന്നത്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഒരു റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ആൾസോ ഇൻക്ലൂഡ്സ് അനസ്തെറ്റിക് ഏജന്റ്. ദാറ്റ് മീൻസ് അനസ്തേഷ്യ മെഡിസിൻ തന്നെയാണ് കേട്ടോ. ഏത് അനസ്തെറ്റിക് ഏജന്റ് ആണ് ഉപയോഗിക്കുന്നത്, ഏത് മെഡിസിൻ ആണ് ഉപയോഗിക്കുന്നത്, എമൗണ്ട് നേരത്തെ പറഞ്ഞതാണ്, എത്ര അളവിലാണ്, എത്ര എമൗണ്ട് ആണ്. അതുപോലെ തന്നെ ദ ടെക്നിക് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ഇറ്റ്, ഏത് ടെക്നിക്കിലൂടെയാണ്, എങ്ങനെയാണ് അത് ആ ഒരു മെഡിസിൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നമ്മള് മൊഡ്യൂൾ 1 പഠിച്ചപ്പോ അതിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് അനസ്തേഷ്യയെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അനസ്തേഷ്യ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, ത്രൂ മാസ്ക് വഴി നമുക്ക് കൊടുക്കാം,
കാനുലാസ് വഴി കൊടുക്കാം, അല്ലെ? അങ്ങനെയൊക്കെ പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, അനസ്തേഷ്യ നമുക്കൊരു പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏത് രീതിയിലൂടെയാണ്, മാസ്ക് മുഖേനയാണോ അതോ IV അല്ലെ, കാനുല വഴി IV ആയിട്ടാണോ ഈ ഒരു മെഡിസിൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തത്, ആ ഒരു കാര്യം അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. പിന്നെന്താണ്, ദ ഇഫക്റ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ അനസ്തെറ്റിക്, ആ ഒരു അനസ്തേഷ്യ മെഡിസിന്റെ ഇഫക്ട് എത്രത്തോളം നേരമുണ്ട്, എത്ര നേരത്തേക്കാണ്, എത്ര ഡ്യൂറേഷനിലേക്കാണ് നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് പുറമെ എന്തൊക്കെ വേണം, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ എക്സെട്ര. ഇതൊക്കെ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഏതൊരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ, അത് റീജിയണൽ അനസ്തേഷ്യ ആയിക്കോട്ടെ, ജനറൽ അനസ്തേഷ്യ ആയിക്കോട്ടെ, ലോക്കൽ അനസ്തേഷ്യ ആയിക്കോട്ടെ, നമ്മൾ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യൂ അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ആ അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? എന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഓപ്പറേഷന് മുമ്പായിട്ട് ഏത് അനസ്തേഷ്യ മെഡിസിൻ കൊടുക്കുന്നു, എത്ര എമൗണ്ടിൽ കൊടുക്കുന്നു, എത്ര ഡ്യൂറേഷനിലേക്കാണ് കൊടുക്കുന്നത്, ഇഫക്റ്റ് എന്താണ്, അതോടൊപ്പം പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ റെസ്പിറേഷൻ റേറ്റ്, ഇങ്ങനെയുള്ളവയും അതോടൊപ്പം തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് ഷെയറിംഗ് നോക്കട്ടെ. രക്ഷയില്ലോ, ഒരു മിനിറ്റ് കേട്ടോ, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണാനല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ആ ക്ലാസ് റൂമിലെ സിസ്റ്റത്തിന് എന്തോ ഇഷ്യൂ ഉണ്ട്, വേറൊരു ക്ലാസ് റൂമിലേക്ക് മാറിയിരുന്നത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം കേട്ടോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അനസ്തേഷ്യ റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻ റിപ്പോർട്ടാണ് കേട്ടോ. ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
സർജറി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് അല്ലെ, ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ അത് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ ദ സർജറി അല്ലെ. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു സ്പെഷ്യൽ കൺസെന്റുകൾ വേണം അല്ലെ. നമ്മളിപ്പോ ഒരു സർജറി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് സർജറി മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, പേഷ്യൻസിന്റെ കൺസെന്റ് ആവശ്യമാണ് അല്ലെ. സ്പെഷ്യൽ കൺസെന്റ് ഫോമുകൾ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർജറിയും മറ്റും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് എന്തുണ്ടായിരിക്കും, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൺസെന്റ് ഫോർ ദ സർജറി, സർജറിക്കായിട്ടുള്ള കൺസെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആൻഡ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ഈ അനസ്തേഷ്യ എന്ന് പറയുന്നത് സർജറിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യക്ക് മുമ്പ് എന്തായിരുന്നു അവരുടെ അവസ്ഥ, അനസ്തേഷ്യ സമയത്ത് എങ്ങനെയാണ്, അനസ്തേഷ്യ റിപ്പോർട്ട്, പോസ്റ്റ് അനസ്തേഷ്യ, അനസ്തേഷ്യക്ക് ശേഷമുള്ള അവരുടെ വിവരങ്ങള്, പ്ലസ് എന്താണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, അവരുടെ ഓപ്പറേഷന്റെ വിവരങ്ങളും ഈ ഒരു റിപ്പോർട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ എന്താ പറയുന്നത്, എ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷന് മുമ്പായിട്ടുള്ള അവരുടെ ഡയഗ്നോസിസ് എന്താണ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സർജറിക്ക് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലെ. പ്രീ ഓപ്പറേഷൻ ആണ് അല്ലെ, പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ആണ്. അപ്പൊ സർജറിക്ക് മുൻപ് എന്തായിരുന്നു അവരുടെ അവസ്ഥ, എന്തായിരുന്നു അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെ, അത് കൃത്യമായിട്ട് സർജറിക്ക് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, ദ ഓർഗൻസ് എക്സ്പ്ലോർഡ്, procedures, switches, trains and sponges used, name of surgeons and assistants. Okay, അതുകൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഡിറ്റക്ട് ചെയ്തത്, നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടുമുള്ള അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. അതുപോലെ സർജറി ആയതുകൊണ്ട് തന്നെ ദ ഓർഗൻസ് എക്സ്പ്ലോർഡ്, ഏത് ഓർഗൻസിലാണ് നമ്മൾ സർജറി നടത്തുന്നത്, ഏതൊക്കെ ഓർഗൻസ് ആണ് അതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്, പിന്നെ പ്രൊസീജിയേഴ്സ്, എന്ത് സർജിക്കൽ പ്രൊസീജിയർ ആണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത്, സ്വിച്ചേഴ്സ്, സ്വിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റിച്ചസ് ഒക്കെയാണ്, തുന്നലുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എത്ര സ്റ്റിച്ചസുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, ഡ്രെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് ദ ഡിവൈസസ് ആൻഡ് ടൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആൻഡ് ടൂൾസ്, അതിനെയാണ് നമ്മൾ ഡ്രെയിൻസ് എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഡ്രെയിൻസുകൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സ്പോഞ്ചസ്, എന്തൊക്കെ സ്പോഞ്ചസ്, എന്തൊക്കെ നമ്മൾ സർജറിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സുകൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, നെയിം ഓഫ് സർജൻസ് ആൻഡ് അസിസ്റ്റൻസ് അല്ലെ. ആ സർജറി ചെയ്തിട്ടുള്ള സർജൻസുകള്, അവരെ അസിസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്, അവരുടെ പേരുകൾ ഉൾപ്പെടെ ആ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് റിക്കവറി റൂം റെക്കോർഡ് കേട്ടോ. അടുത്തത് ഏതാണ്, റിക്കവറി റൂം റെക്കോർഡ്. എന്താണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാല്, ഇറ്റ് ഇൻവോൾവ്സ് complete record from the time the patient leaves the operating room till he reaches the nursing room. അതായത് ഒരു പേഷ്യന്റ് ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷൻ റൂം വിടുന്നത് തൊട്ട് ആ ഒരു നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്, റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ റൂം വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നഴ്സിംഗ് നോട്ട്സ്. നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് എഴുതുന്നുണ്ടാവാം, നഴ്സസിന്റെ ഒബ്സർവേഷൻ ആണ് അല്ലെ. ഒരു രോഗിയെ സംബന്ധിക്കുന്ന നഴ്സിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ വായിക്കാം. It includes the nurse's observations of the patient
കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു പേഷ്യന്റ് ആൻഡ് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. കണ്ടോ? അതായത് ആ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന നഴ്സിന്റെ ഒബ്സർവേഷൻസുകൾ എല്ലാം തന്നെ നമ്മൾ ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ് രേഖപ്പെടുത്തുന്നത്? നഴ്സിംഗ് നോട്ട്സിനകത്താണ് അല്ലെ. അതായത് ആ ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന പരിചരണങ്ങള്, അവർക്ക് കൊടുക്കുന്ന ചികിത്സകള്, ആ ഒരു ട്രീറ്റ്മെന്റിനോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന നഴ്സിന്റെ എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ എന്തിനകത്ത് റെക്കോർഡ് ചെയ്യുന്നു? നഴ്സിംഗ് നോട്ട്സിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് നരേറ്റ്സ് ദ പേഷ്യന്റ്സ് റിക്വയർമെന്റ്സ്, പ്രോബ്ലംസ്, capabilities and limitations in respect of the patient behavior. കണ്ടോ? അപ്പൊ അവിടെ എന്താണ്? പേഷ്യന്റിന്റെ എല്ലാ റിക്വയർമെന്റ്സുകളും അല്ലെ, അവർ പരിചരിക്കുന്ന നഴ്സിന് അറിയാൻ പറ്റും ആ പേഷ്യന്റിന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തിനൊക്കെ സാധിക്കും അല്ലെ, അവർക്കുള്ള കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അവർക്കുള്ള പരിമിതികൾ എന്തൊക്കെയാണ്, അത് ഈ പറയുന്ന പേഷ്യന്റിന്റെ ബിഹേവിയറിനനുസരിച്ച് കൊണ്ട്, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും ആ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകൾ, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവരുടെ കേപ്പബിലിറ്റീസ്, ഒപ്പം അവരുടെ പരിമിതികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മളൊരു നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നു. ഓക്കെ, പിന്നെന്താണ്? ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് statements of nursing measures which has to be taken to facilitate the medical care provided. അത് മാത്രമല്ല, നമ്മൾ രോഗിക്ക് കൊടുക്കാനായിട്ട്, ആ ഒരു മെഡിക്കൽ പരിചരണങ്ങൾ കൊടുക്കാനായിട്ട്, അവർക്ക് കൊടുക്കേണ്ട മെഡിക്കൽ പരിചരണങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ നഴ്സിംഗ് മെഷേഴ്സുകളാണ് അവരെടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് നഴ്സിംഗ് നോട്ട്സിനകത്ത്. രോഗിയുടെ കാര്യങ്ങൾ മാത്രമല്ല, നഴ്സസ് എന്തൊക്കെ മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ് എടുത്തിട്ടുണ്ട്, അവർക്ക് ഏറ്റവും നല്ല മെഡിക്കൽ പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് നഴ്സസ് എടുത്തിട്ടുള്ള മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണോ കേട്ടോ. എളുപ്പമുള്ളതെന്ന് ഞാൻ പറഞ്ഞു എഴുതിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് TPR ചാർട്ട് കേട്ടോ. TPR ചാർട്ട്. TPR ചാർട്ടില് നിങ്ങൾ T എന്താണ്, P എന്താണ്, R എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് പ്രത്യേകം ചോദിച്ചു കണ്ടിട്ടുണ്ട്. TPR ചാർട്ട് T stands for, അല്ലെങ്കിൽ R stands for എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്തൊക്കെയാണ്? T എന്താണ്? ടെമ്പറേച്ചർ ആണ്. P എന്താണ്? പൾസ് ആണ് കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോ പ്രഷർ എന്നൊക്കെ കാണും കേട്ടോ. ഇതിലെന്താണ്? പൾസ് ആണ് കേട്ടോ. പിന്നെ R എന്താണ്? റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ നോക്കി, ദ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം. ഇതൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, പിന്നെ ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സുകൾ എല്ലാം തന്നെ നമ്മൾ ഇതിനകത്താണ് രേഖപ്പെടുത്തുന്നത്? TPR ചാർട്ടിനകത്താണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, T stands for temperature, P for pulse, R for respiration. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കേഷൻ ഷീറ്റ്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു ഫോമിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ്. അതാണ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് ഗിവൺ ഓറലി, ടോപ്പിക്കലി, ബൈ ഇൻഹേലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. ഉണ്ടോ? അതായത് നമ്മളൊരു രോഗിക്ക് കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും, ഓറലി അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ്, അതുപോലെ ടോപ്പിക്കലി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ബോഡി സർഫസസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസ്, ഓയിൽമെന്റുകള്, ചിലതരം ക്രീമുകള്, ഇതൊക്കെ നമ്മൾ ബോഡി സർഫസിലൂടെ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസുകളാണ് അല്ലെ. ചിലതരം ലോഷൻസുകള് അല്ലെ. അപ്പൊ അതാണ് ടോപ്പിക്കലി എന്ന് പറയുന്നത്. ടോപ്പിക്കലി മീൻസ് എന്താണ്? നമ്മുടെ ബോഡി സർഫസിലൂടെ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസുകൾ കേട്ടോ. അതായത് ടോപ്പിക്കലി മീൻസ് ബോഡി സർഫസിലൂടെ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഓറലി കൊടുക്കുന്നതും ടോപ്പിക്കലിയും, അതുപോലെ ബൈ ഇൻഹേലേഷൻ,
ശ്വസനത്തിലൂടെ, ഇപ്പൊ നമ്മൾ നെബുലൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഹേലേഷനിലൂടെയാണ് ആ മരുന്നുകൾ അകത്തേക്ക് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇൻഹേലേഷൻ. പിന്നെന്താണ് ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യില്ലേ, IV ആയിട്ട് കൊടുക്കില്ലേ നമ്മള്, ആ രീതിയിലൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അതിനെ പറ്റിയുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസുകളും നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തുന്നു? മെഡിക്കേഷൻ ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതായത് ഒരു രോഗിക്ക് നമ്മൾ ഓറലിയും ടോപ്പിക്കലിയും ഇൻഹേലേഷനിലൂടെയും ഇൻഫ്യൂഷനിലൂടെയൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ എല്ലാവിധ ഡീറ്റെയിൽസുകളും ഈ ഒരു മെഡിക്കേഷൻ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമാണോ? അല്ല. പിന്നെ എന്തൊക്കെയാണ്? ഡേറ്റ്, ടൈം, നെയിം ഓഫ് ഡ്രഗ്, ഡോസ് ആൻഡ് റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൻ ആർ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്റ്റർഡ്. മരുന്നിന്റെ പേര് വിവരങ്ങൾ മാത്രമല്ല, ആ മരുന്ന് എന്ന് നമ്മൾ കൊടുത്തു, എപ്പോഴാണ് അത് കൊടുത്ത ഡേറ്റ്, ടൈം, ആ മരുന്നിന്റെ പേര്, എത്ര ഡോസിലാണ് കൊടുത്തത്, ഏത് റൂട്ടിലൂടെ, ഓറലി ആണോ, ഇൻഫ്യൂഷനിലൂടെയാണോ, അതോ ഇൻഹേലേഷനിലൂടെയാണോ, ടോപ്പിക്കലി ആണോ, ഏത് റൂട്ടിലൂടെയാണ് ആ മരുന്ന് അപ്ലൈ ചെയ്തത് എന്നുള്ളതും നമ്മൾ ആ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളോട് എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ, വിച്ച് ക്ലിനിക്കൽ ഡാറ്റ പ്രൊവൈഡ്സ് ദ ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിസിൻസ് that is given to the patient എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതാണ് ആ ഒരു ക്ലിനിക്കൽ ഡാറ്റ, ഏതാണ്? മെഡിക്കേഷൻ ഷീറ്റ്. അങ്ങനെ എടുത്താണ് ചോദിക്കാം. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ് നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ റെസ്പിറേഷൻ, പൾസും റെസ്പിറേഷനും ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് TPR ചാർട്ടിലാണ് അല്ലെ. ആ രീതിയിലൊക്കെയാണ് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് ഇത് മിസ്സലേനിയസ് റിപ്പോർട്ട്സ്. മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പറഞ്ഞത് കൂടാതെ മറ്റ് പല റിപ്പോർട്ടുകളാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് the specialized care units of the hospital such as the ICU, അതുപോലെ തന്നെ CCU etc are included in this form. Okay, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റ് സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകൾ ലൈക്ക് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഓക്കെ, ഇങ്ങനെയുള്ളതിലേക്ക് ഇത്തരം യൂണിറ്റുകളിലൊക്കെയുള്ള വിവരങ്ങള്, വിശദാംശങ്ങളൊക്കെ നമ്മൾ മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്നുള്ള രീതിയിലാണ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിയോതെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസിയോതെറാപ്പി തന്നെ. അതായത് ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് which include the use of exercise, heat, cold, water, electricity, ultrasound and physical means to bring back the patient to the useful activity. അതായത് ഫിസിയോതെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പറയുന്ന എക്സസൈസ് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, മറ്റു പല ശാരീരിക മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ അവരുടെ ആ ഒരു പഴയ ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക്, അവരുടെ ആ ഒരു പഴയ ഒരു ഹെൽത്ത് കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസസ്മെന്റുകളും ട്രീറ്റ്മെന്റുകളും പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഫിസിക്കൽ തെറാപ്പി അഥവാ ഫിസിയോതെറാപ്പി റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ. ഫിസിയോതെറാപ്പി എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാലോ. എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആക്സിഡന്റുകളോ അസുഖങ്ങളോ ഒക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു പഴയ ലൈഫിലോട്ട് അവരെ റെസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ ഫിസിയോതെറാപ്പി പോലെയുള്ള സേവനങ്ങൾ. അത്തരത്തിൽ എക്സസൈസ്, ഹീറ്റും, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, അതുപോലെ ഫിസിക്കൽ മീൻസ് അല്ലെ, ഫിസിക്കൽ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പേഷ്യന്റിനെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെ അതുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റുകളും ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്താണ്? ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിനകത്താണ്. ഓക്കെ, അടുത്തതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ. സോഷ്യൽ സർവീസ് ഡാറ്റയിൽ എന്താണ്? ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ബൈ ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് ദ സോഷ്യൽ വർക്കർ. സോഷ്യൽ സർവീസ് ഡാറ്റയാണ് ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഡാറ്റകൾ അല്ലെ. എന്ന് പറഞ്ഞാല് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്താണ്, അതുപോലെ അവർ ഫേസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസുകള്, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള സോഷ്യൽ ഇൻഫർമേഷൻസുകള് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതായത് ആ ഒരു പേഷ്യന്റിന്റെ ആ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്,
അവരുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഡിസ്ചാർജ് സമ്മറി അല്ലെ? ഡിസ്ചാർജ് സമ്മറി എന്താന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. റീക്യാപിറ്റുലേഷൻ എന്ന് ശരിക്കും എന്താ അർത്ഥം? പുനരാവിഷ്കരിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലുള്ള അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ, അതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെ, അതിന്റെ ഒരു ചുരുക്കമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഡിസ്ചാർജ് സമ്മറി അല്ലെ. അതായത് ആ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയത് തൊട്ട് അവർ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള അവരുടെ ആ ഒരു കോഴ്സ് അല്ലെ, ആ ഒരു ട്രീറ്റ്മെന്റ് കോഴ്സിലുടനീളമുള്ള ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ വളരെ ബ്രീഫായിട്ട് നമ്മൾ ഇതിനകത്താണ് രേഖപ്പെടുത്തുന്നത്, ഡിസ്ചാർജ് സമ്മറിക്കകത്താണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് ഇൻവോൾവ്സ് the reason for hospitalization അല്ലെ, ഹോസ്പിറ്റലൈസേഷന്റെ കാരണം എന്താണ്, അതുപോലെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഈ പറയുന്ന പരിശോധനകളിലൂടെ നടപടിക്രമങ്ങൾ പ്രൊസീജിയേഴ്സിലൂടെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, തെറാപ്പീസ് ഗിവൺ ആൻഡ് റെസ്പോൺസ് അല്ലെ, എന്തൊക്കെ തെറാപ്പി ട്രീറ്റ്മെന്റുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു, ഓരോ ട്രീറ്റ്മെന്റിനോടും അവരുടെ റെസ്പോൺസ് ഏത് രീതിയിലായിരുന്നു, കണ്ടീഷൻ ആൻഡ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ. അത് കൂടാതെ ഡിസ്ചാർജ് ചെയ്തതോടുകൂടി അവർ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അവർ കഴിക്കേണ്ട മരുന്നുകളെ പറ്റി, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റികളെ പറ്റി, അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ പറ്റിയിട്ട് അങ്ങനെ അവർക്ക് ഡോക്ടർ കൊടുത്തിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആ ഒരു ഫോളോ അപ്പ് കെയർ വരെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ വരെ നമ്മൾ ഇന്ന് എടുത്തിട്ടാ പറഞ്ഞ് അനസ്തേഷ്യ റിപ്പോർട്ട് തൊട്ടാണ് പറഞ്ഞത് അല്ലെ, അനസ്തേഷ്യ റിപ്പോർട്ട് തൊട്ട് ഡിസ്ചാർജ് സമ്മറി വരെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? അടുത്ത നോക്കാം കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഡാറ്റകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് അങ്ങനെയൊക്കെ ആ രീതിയിലാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാം. നമ്മളൊരു 23 ക്ലിനിക്കൽ ഡാറ്റകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതോടുകൂടി മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കണ്ടന്റിലാണ് നമ്മൾ തുടങ്ങിയത്. കണ്ടന്റുകൾ പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന കുറച്ച് ഡാറ്റകള്, അത് മെഡിക്കൽ റെക്കോർഡുകളിൽ കണ്ടന്റുകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ കണ്ടന്റും പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അസംബ്ലിംഗ് ആണ് കേട്ടോ. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അവിടെ അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ല, അവിടെ അധികം ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏത് ഓർഡറിലാണ് അത് അസംബിൾ ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഇപ്പൊ നമ്മള് ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. എന്തൊക്കെ ഫോംസുകൾ, എന്തൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് ഏത് രീതിയിൽ അസംബിൾ ചെയ്യണം അല്ലെ, ഈ പറയുന്ന എല്ലാ ഫോമുകളും ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിവെച്ചാൽ മതിയോ? ഇല്ല, അത് അസംബിൾ ചെയ്യാനായിട്ട് ഇതിന് അതിൻ്റെതായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ. ആ ഒരു അസംബ്ലിങ്ങിനെ പറ്റിയിട്ടാണ് അവിടെ
പറയുന്നത്. ഒരുപാട് റിപ്പോർട്ട്സുകളും ഒരുപാട് ഫോംസുകളും ഒക്കെ ഉണ്ട് അല്ലെ. ഇത് ഏത് ഓർഡറിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്, അസംബിൾ ചെയ്യേണ്ടത്, ആ ഒരു ഓർഡർ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കാം. ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്ത് ദ ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. പ്രത്യേകിച്ച് നമ്മള് സിസ്റ്റത്തിലൊക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഏത് രീതിയിലാണ് അത് നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് നോക്കിയേ, അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് നോക്കിയേ. ഒന്ന് ഔട്ട് പേഷ്യന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് സംബന്ധമായിട്ട് ഔട്ട് പേഷ്യന്റ് ഫോംസുകളായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ കറസ്പോണ്ടൻസ് ഫോംസുകളായിരിക്കും. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ വിഭാഗമായിട്ട് നമ്മൾ അതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മളൊരു പേഷ്യന്റിന് നടത്തുന്ന എല്ലാവിധ ഇൻവെസ്റ്റിഗേഷൻസുകളും, പരിശോധനകള്. പിന്നെ ലാസ്റ്റ് ഇൻപേഷ്യന്റ് ഫോംസുകൾ കേട്ടോ, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ ഓരോരോ ഫോൾഡറുകളിലായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, മെഡിക്കൽ റെക്കോർഡിലെ ഫോമുകൾ അസംബിൾ ചെയ്ത് വെക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഒരു ഫോൾഡറിൽ, കറസ്പോണ്ടൻസ് ഒരു ഫോൾഡറിൽ, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളത് അസംബിൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ് ആണ്, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തില് ഔട്ട് പേഷ്യന്റ് ഫോമുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഫോംസ് ഉണ്ടായിരിക്കും, ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അതും ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഇത് ഡേറ്റ് അനുസരിച്ച് തന്നെ ഓരോ ഡേറ്റിലും വിത്ത് ഡേറ്റ് കൃത്യമായിട്ടുള്ള ഒരു കാലക്രമത്തിൽ തന്നെ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഫോമുകളും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പുകളാണ് നമ്മൾ ആ ഒരു ഫോൾഡറിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഫോംസുകളും നമ്മൾ അതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതൊന്നും അത്രയും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഈ ഒരു അസംബ്ലിങ്ങിന്റെ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനകത്ത് ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും. ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡിൽ എന്താണ്, കറസ്പോണ്ടൻസ് ആണ് അല്ലെ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ ഇടപാടുകളാണ്, കമ്മ്യൂണിക്കേഷൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ ഫോമുകൾ വരും നോക്കിയേ, ഒരുപാട് ഫോമുകൾ വരും നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, consent to an investigation, pre-operative checklist before operation, notification of stillbirth form, birth notification, medical report, infection control form, incident report, ഇങ്ങനെയുള്ള ഫോമുകളൊക്കെയാണ് നമ്മൾ കറസ്പോണ്ടൻസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അവിടെ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ രോഗിക്ക് ചെയ്യുന്ന എല്ലാവിധ പരിശോധനകളും അല്ലെ, അതിനകത്ത് എല്ലാം വരും. ലാബ് ടെസ്റ്റ്, റേഡിയോളജി ടെസ്റ്റ് എല്ലാം അതിനകത്ത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഉൾപ്പെടെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടെ ഒരു രോഗിക്ക് നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസുകൾ നടത്തുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഫോൾഡറിനകത്താണ് സൂക്ഷിക്കുക കേട്ടോ. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് ഇൻ വിച്ച് all laboratory reports are arranged in chronological order. എല്ലാ ലാബ് റിപ്പോർട്ടുകളും നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഡേറ്റിനനുസരിച്ച് കൃത്യമായ കാലക്രമത്തിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതിൽ തന്നെ ECG, EEG, ultrasound examination forms and any other diagnostic investigation reports which are kept in the following order. നമുക്കറിയാലോ, ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ എന്തൊക്കെ എക്സ്റേ നടത്തുന്നുണ്ട്, ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, ECG എടുക്കുന്നുണ്ട്, EEG എടുക്കുന്നുണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്, MRI, CT എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഏത് ഓർഡറിലാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എക്സ്റേ വെക്കും അല്ല, എക്സ്റേ അതിന് മുമ്പായിട്ട് ലാബ് റിപ്പോർട്ട്. ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡിന്റെ ടെസ്റ്റുകൾ, മറ്റുള്ള ബയോളജിക്കൽ സ്പെസിമെൻസിൽ നടത്തുന്ന എല്ലാ ടെസ്റ്റുകളാണ് ആദ്യം നമ്മൾ ലാബ് റിപ്പോർട്ടുകളാണ് എടുക്കുക കേട്ടോ. ആദ്യം അതാണ് നമ്മൾ വെക്കുക. അതിനുശേഷം എക്സ്റേ റിപ്പോർട്ട്, പിന്നെ ECG ഉണ്ടെങ്കിൽ ECG, EEG ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെ. ECG അറിയാമോ നിങ്ങൾക്ക്, ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ECG.
EEG എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെ? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. നമ്മൾ ECG ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് പോലെ ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഇലക്ട്രിക്കൽ സെഫാലോ, അതൊക്കെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബ്രെയിൻ ആണ് അല്ലെ? നമ്മുടെ ബ്രെയിനുമായിട്ട് ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് EEG. അതുപോലെ അൾട്രാസൗണ്ട് ആൻഡ് അതേഴ്സ്. അപ്പൊ ആദ്യം ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ലാബ് റിപ്പോർട്ട്, പിന്നെ എക്സ്റേ, പിന്നെ ECG, EEG, പിന്നെ അൾട്രാസൗണ്ട്, ദാറ്റ് മീൻസ് സ്കാനിങ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും ഒടുവിലായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് വിഭാഗത്തില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് അഡ്മിഷൻ, ഡിസ്ചാർജ് ഷീറ്റ്സ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്സ്, പ്രോഗ്രസ് നോട്ട്സ്, ഫിസിഷ്യൻ ഓർഡർ, അനസ്തേഷ്യ റെക്കോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ക്ലിനിക്കൽ റിപ്പോർട്ടുകളും ഇതിനകത്താണ്. ഈ ഒരു ഫോൾഡർ ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അനസ്തേഷ്യ റെക്കോർഡ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡ്, ലേബർ റെക്കോർഡ്, ഡയബറ്റിക് റെക്കോർഡ്, റീസസിറ്റേഷൻ റെക്കോർഡ്, പിന്നെ ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, നഴ്സസ് നോട്ട്സ് ആൻഡ് ഒബ്സർവേഷൻ ചാർട്ട്സ്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, intake output and vital sign records and discharge summaries. ഈ പറയുന്ന എല്ലാ ക്ലിനിക്കൽ ഡാറ്റകളും അതിനകത്ത് ഉണ്ടായിരിക്കും. അതെങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നൊക്കെ? വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ടോപ്പ്. ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പഴയ വിവരങ്ങൾ താഴെയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ നമ്മൾ ടോപ്പിലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. അതാണ് നമ്മൾ ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഏറ്റവും എന്താണ് പഴയ കാര്യങ്ങൾ, റിമോട്ട് ആയിട്ടുള്ള അഡ്മിഷൻ ഫയലുകളൊക്കെ നമ്മൾ ബോട്ടത്തിൽ താഴെയായിട്ടും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഫയലുകളാണ് നമ്മൾ ടോപ്പിലായിട്ടും എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആ സപ്ലിമെന്റ് ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത്ര മതി. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഫോൾഡറിനകത്ത് ഔട്ട് പേഷ്യന്റ് ഫോമുകളും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് കെയറുകളുമാണ് ഉൾപ്പെടുത്തുന്നത്. ബാക്കിയുള്ളത് ജസ്റ്റ് കാണിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതാണ് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. ഇതുവരെ നമ്മൾ മെഡിക്കൽ റെക്കോർഡുകളും അതിന്റെ പോളിസികളും അതിന്റെ കണ്ടന്റുകളും അല്ലെ, അതിന്റെ അസംബ്ലിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ റെക്കോർഡിന്റെ ഫയലിംഗ് മെത്തേഡ് ആണ്. ഏത് രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമ്മൾ നോക്കുന്നു റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയൽ. എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾക്ക് നമ്പർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്? പ്രധാനമായിട്ടും നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 5 ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. There are 5 types of numbering and filing system of a medical record. ഏതൊക്കെയാണ് 5 ടൈപ്പ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഒന്നാമത്തെ എന്താണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സെക്കൻഡ് വൺ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. തേർഡ് വൺ സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഫോർത്ത് വൺ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ആൻഡ് ഫിഫ്ത് വൺ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതാണ് 5 ടൈപ്പ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ്. ഈ 5 ടൈപ്പും 5 രീതിയിലാണ്, വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. അപ്പോ നിങ്ങളിവിടെ പഠിക്കുമ്പോൾ ഓരോ എന്താ പറയാ നമ്പറിംഗ് സിസ്റ്റം പഠിക്കുമ്പോഴും അതിന്റെ പ്രത്യേകതകൾ, ഓരോന്നിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ചിലപ്പോ എങ്ങനെയായിരിക്കും ചോദ്യം വരിക? പ്രത്യേകത വല്ലതും തരും, എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഓരോ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിന് അതിന്റേതായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അത് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് ആണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ആണ് കേട്ടോ. എന്താണ് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം? എന്താണ് ഈ ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത നോക്കാം കേട്ടോ. പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഈ സീരിയൽ നമ്പറിംഗ്, the patient is given a new number for each occasion of treatment by a health care facility. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില്, അതായത് ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്ന രോഗിയുടെ സന്ദർശനത്തിന്റെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്ത് കൊടുക്കാണ്? പേഷ്യന്റിന് നമ്മളൊരു നമ്പർ കൊടുക്കാണ്. ശരിക്കും അത് കേൾക്കുമ്പോൾ വളരെ പ്രാക്ടിക്കബിൾ അല്ല അല്ലെ? അതായത് ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ. ഇത് എത്ര പ്രാവശ്യം ഈ പേഷ്യന്റ് പോകുന്നു അത്രയും പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഓരോ പുതിയ നമ്പർ കൊടുക്കാണ്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഫയലിംഗ് ആണ് സീരിയൽ നമ്പറിംഗ് എന്ന് പറയുന്നത്. നമ്മള് ഇതൊക്കെ വളരെ എന്താണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതിനേക്കുള്ള ടൈപ്പ് ഓഫ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തില് നമ്മൾ പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിന്റെ ഓരോ സന്ദർഭത്തിലും, പേഷ്യന്റ് വരുന്ന ഓരോ സന്ദർഭത്തിലും അവർക്ക് ഒരു പുതിയ നമ്പർ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? പുതിയ നമ്പർ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു പേഷ്യന്റിൽ തന്നെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരുന്ന സാഹചര്യം വരും അല്ലെ? ഓക്കെ, 3 different numbers are allotted if a patient is registered 3 times. മനസ്സിലാവാൻ വേണ്ടി കൊടുത്തേക്കാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കട്ടെ, 3 നമ്പേഴ്സ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു പേഷ്യന്റ് എത്ര തവണ ആ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തവണ എന്ത് കൊടുക്കുന്നുണ്ട്? ആ പുതുതായ മെഡിക്കൽ റെക്കോർഡ് നമ്പേഴ്സ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് നമ്പർ അലോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? ഓൾ നമ്പേഴ്സ് അലോട്ടഡ് ടു പേഷ്യന്റ് ആർ റെക്കോർഡഡ് ഇൻ ദ പേഷ്യന്റ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താണ്? നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം പറഞ്ഞു. ഒരു രോഗിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു രോഗിക്ക് അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ നമ്പറുകളും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു 4 പ്രാവശ്യം വിസിറ്റ് ചെയ്താണെങ്കിൽ 4 പുതിയ നമ്പർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ 4 നമ്പറുകളും എന്ത് ചെയ്യും? അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തും. ഓക്കെ, ഇനി ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ് എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ആൾസോ ഡെവലപ്ഡ്. കണ്ടോ? അതായത് നമുക്കറിയാം, ആ ഒരു രോഗിയുടെ സന്ദർശനത്തിന്റെ ഓരോ സമയത്തും പുതിയ നമ്പർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, because a new number is provided for each occasion of service, a new medical record is also developed. അതിനനുസരിച്ച് ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? അടുത്തത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. The patient records are filed in as many places in the file as the number of times the patient has received care at the facility. അതായത് ഒരു രോഗിക്ക് അവർ എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചു കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അവരുടെ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. ശരിയല്ലേ? കാര്യം ഓരോ സിറ്റുവേഷനിലും ഒരു പുതിയ നമ്പർ കൊടുക്കുന്നു, അതിനനുസരിച്ച് ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. ആ മെഡിക്കൽ റെക്കോർഡിന്റെ എണ്ണം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആ രോഗി എത്ര പ്രാവശ്യം അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ആ രോഗിയുടെ എത്ര തവണ, എത്ര നമ്പർ ഓഫ് ടൈംസ് ദ പേഷ്യന്റ് ഹാസ് റിസീവ്ഡ് കെയർ, എത്ര തവണ പരിചരണം ലഭിച്ചു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയാ? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്നാണ് പറയാം. ആ പ്രത്യേകത നിന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം ആണ്? വളരെ സിമ്പിൾ ആണ്. ഒരു സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗിയുടെ ഹോസ്പിറ്റലിലേക്കുള്ള ഓരോ സന്ദർഭത്തിലും, വിസിറ്റിങ്ങിന്റെ ഓരോ സന്ദർഭത്തിലും അവർക്ക് ഒരു പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു രോഗി 3 പ്രാവശ്യം എന്താണ് ട്രീറ്റ്മെന്റ് 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തതിന് 3 മെഡിക്കൽ റെക്കോർഡ് നമ്പറുകൾ അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അലോട്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാ മെഡിക്കൽ റെക്കോർഡ് നമ്പറുകളും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തും. ഇനി ഓരോ തവണ നമ്മളൊരു പുതിയ മെഡിക്കൽ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ നമ്മൾ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്.
ക്ലിയർ ആയോ? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ഒക്കെ ആണോ? അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ആ എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് ഉള്ള ഫയലിംഗ് സിസ്റ്റത്തിന് എന്താണ് പേര് നമ്മൾ പറയാം? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കി. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് ഒരൊറ്റ നമ്പർ കൊടുക്കുന്നു. അതാണ് സാധാരണയായിട്ട് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത്. അതാണ് ഹോസ്പിറ്റലിലൊക്കെ ഫോളോ ചെയ്യുന്നതാണ് അല്ലെ? ഒരേ ഒരു നമ്പർ കൊടുക്കുന്നു. ആ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തത്. അത്രയേ ഉള്ളൂ. അതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറയുന്നത്. നോക്കാം. Here the patient is allocated a number on the first admission or visit, which is retained for all subsequent admissions and treatments. Underline ചെയ്യാട്ടോ. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള അവരുടെ ആദ്യത്തെ ആ ഒരു അഡ്മിഷൻ സമയത്തോ അല്ലെങ്കിൽ ആ ഒരു വിസിറ്റിംഗിന്റെ സമയത്തോ അവർക്ക് ഒരു നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പിന്നീടുള്ള പരിചരണത്തിലുടനീളം അല്ല അതേ നമ്പർ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓരോ പോലെ സീരിയൽ നമ്പറിൽ പോലെ ഓരോ സമയത്ത് ഓരോ നമ്പർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആ പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള ആദ്യ വിസിറ്റിംഗിന്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യ പ്രവേശന സമയത്ത് അവർക്കൊരു നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു നമ്പറാണ് പിന്നീട് തുടർന്നുള്ള പരിചരണത്തിലുടനീളം ആ ഒരു നമ്പർ തന്നെയാണ് അവര് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഒരു രോഗിക്ക് ഒരു റെക്കോർഡ്, ഒരേ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ, ആ രീതിയിലാണ് അവിടെ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ് which is the composite of all data gathered on a given patient regardless of the number or types of services provided. Underline ചെയ്യാട്ടോ. അപ്പൊ ഒരു യൂണിറ്റ് നമ്പറിംഗ് എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ റെക്കോർഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു റെക്കോർഡിനകത്ത് ആ രോഗിയിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ സംയോജിപ്പിച്ച് ആ ഒരൊറ്റ റെക്കോർഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ എത്ര തവണ പരിചരണം ലഭിച്ചു എന്നോ എത്ര തവണ അവർ വിസിറ്റ് ചെയ്തു എന്നതിനെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഏതിന് വിപരീതമാണ്? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തിന് അവിടെ എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തവണ വിസിറ്റിംഗ് നടത്തി എന്നതിനനുസരിച്ചിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരിക്കലും എത്ര സമയം, എത്ര ടൈപ്പ് ഓഫ് സർവീസ്, എത്ര നമ്പർ, എത്ര തവണ എന്നതിനനുസരിച്ചല്ല. പകരം എന്താണ്? ഒരേ ഒരു മെഡിക്കൽ റെക്കോർഡ്, ഒരേ ഒരു റെക്കോർഡിന് ആ ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്ത് വെക്കുന്നു? റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്? The patient's total medical record is thus correct ആണ്. The patient's total medical record is thus filed as a unit in one folder under one number. അങ്ങനെ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു റെക്കോർഡ് അത് ഒറ്റ ഫയലായിട്ട് ഒറ്റ ഫോൾഡറിൽ ഒരു നമ്പറിന്റെ കീഴിലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു? സ്റ്റോർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. അടുത്തത് കേട്ടോ, ആ പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിനനുസരിച്ച് ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ കിട്ടണം. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. അതാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രെയിറ്റ് ന്യൂമറിക് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താ? 1 2 3 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ്. ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതും സീരിയൽ നമ്പറിംഗ് മാറിപ്പോകരുത് കേട്ടോ. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്, തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ ആ രീതിയിൽ കേട്ടോ. അപ്പോ അവിടെ എങ്ങനെയാണ് നോക്കാം. സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ടു ദ ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ് ഇൻ ആക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ ടു ദ മെഡിക്കൽ റെക്കോർഡ് നമ്പർ. അണ്ടർലൈൻ ചെയ്യാട്ടോ. എങ്ങനെയാണ് ഇവിടുത്തെ ഫയലിംഗ് സിസ്റ്റം? എങ്ങനെയാണ്? മെഡിക്കൽ റെക്കോർഡ് നമ്പറിന് അനുസരിച്ച്
കൃത്യമായിട്ടുള്ള കാലക്രമത്തില് നമ്മൾ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. അതായത് അവിടെ മെഡിക്കൽ റെക്കോർഡ് നമ്പറിന് അനുസരിച്ചിട്ടാണ്, അതായത് പേഷ്യന്റിന്റെ ആ ഒരു ഇതല്ല, മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് അത് റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹിയർ ദ റെക്കോർഡ്സ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് appear in sequence on the file shelves. Okay, അപ്പൊ ഇവിടെ തുടർച്ചയായിട്ട് സ്ട്രെയിറ്റ് ന്യൂമേഴ്സ് ആണല്ലോ, അപ്പൊ തുടർച്ചയായിട്ട് അക്കമിട്ടിരിക്കുന്ന ഈ മെഡിക്കൽ റെക്കോർഡുകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷെൽഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാര്യം തുടർച്ചയായ നമ്പേഴ്സ് ഇട്ടിട്ടാണ്. അപ്പൊ കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആയിട്ടുള്ള തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന റെക്കോർഡുകള് നമുക്കൊരു ഫയൽ ഷെൽഫിൽ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നതാണ് ഒരു പ്രത്യേകത. അത് മനസ്സിലാവാൻ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഫോളോയിങ് 4 മെഡിക്കൽ റെക്കോർഡ്സ്, ഒരു 4 മെഡിക്കൽ റെക്കോർഡുകൾ കേട്ടോ. അതെങ്ങനെയാണ് ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ആസ് പെർ ദ സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം കേട്ടോ. ഓക്കെ, 1 2 3 4 1 2 1 2 3 4 കൺസിക്യൂട്ടീവ് അല്ലേ? 1 2. അടുത്തത് 1 2 3 4 1 3 1 2 3 4 1 4 1 2 3 4 1 5 കേട്ടോ. അപ്പൊ കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകള് നമുക്ക് ആ ഒരു ഫയൽ ഷെൽഫില് തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ഫ്രം ഫയൽ ഫോർ എനി പർപ്പസ്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇങ്ങനെ കോൺസിക്യൂട്ടീവ്ലി നമ്പർ ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഏതൊരു പർപ്പസിനും എടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം എന്താ? തുടർച്ചയായിട്ടല്ലേ നമ്പർ ചെയ്ത രീതിയിലല്ലേ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്, എടുക്കാനും വെക്കാനും നമുക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സുകൾ വേണമെങ്കിലും ഏത് പർപ്പസിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനും പറ്റും, നമുക്ക് തിരിച്ച് വെക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് മനസ്സിലായല്ലോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്ന രീതിയെ സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരികയാണ്, 1 2 3 4 1 2 1 2 3 4 1 3. ഈ ഒരു രീതിയിലുള്ള ഒരു ഫയലിംഗ് സിസ്റ്റത്തെ നമ്മൾ എന്താണ് പറയുന്നത്? എന്താണ് പറയുക? സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഒരു 2 ഫയലിംഗ് സിസ്റ്റം കൂടെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗും അതുപോലെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗും ആണ് പറയാനുള്ളത്. അതൊരു കോഡ് മുഖേന നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫോർമാറ്റ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അതോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ കഴിയൂട്ടെ. അപ്പൊ നോക്കട്ടെ, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ തീരുമെന്ന് അറിയില്ല. അടുത്ത 2 ക്ലാസ്സോടുകൂടി നമുക്കത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. എല്ലാവരും 4th മൊഡ്യൂളിലേക്ക് കടന്നോ? എല്ലാ മിസ്സുമാരും 4th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സിലേക്ക് കടന്നോ? എടുത്തു തുടങ്ങി എല്ലാവരും 4th മൊഡ്യൂള് തുടങ്ങി? ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് 3rd മൊഡ്യൂളിലാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് തന്നേക്കുന്നത് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. എനിക്ക് 4th മൊഡ്യൂളിൽ എനിക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ 3rd മൊഡ്യൂളിൽ അത്യാവശ്യം വലിയ ചാപ്റ്ററുകൾ ഉണ്ട്. അപ്പൊ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ കടക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു വലിയ ചാപ്റ്റർ ആണ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ, ഇൻഷുറൻസ് 3rd മൊഡ്യൂളാണ് അല്ലെ? അത് വലിയ ചാപ്റ്റേഴ്സ് എടുക്കുന്നത് വലിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് ഇതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ശരി, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.